ഹലോ. അപ്പോൾ ദേ കുറേ ദിവസമായില്ലേ കുക്കിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ, വേറൊന്നുമല്ല. നമ്മുടെ സ്കൂളൊക്കെ തുറന്നല്ലോ, ഇനിയിപ്പോൾ നമ്മൾ സ്നാക്സിനൊക്കെ നല്ല ചിലവാണ്. അപ്പം ഞാൻ ഓർത്തെന്നാൽ കുറച്ച് കപ്പ ഇരിപ്പുണ്ടെന്നാൽ അതുകൊണ്ട് കുറച്ച് കപ്പ വറുത്തത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് കപ്പയെല്ലാം നന്നായിട്ടൊന്ന് കഴുകി തൊലിയൊക്കെ പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ നീളത്തിലും വട്ടത്തിലും ഒക്കെ പല പല ഷേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. എൻ്റെ 1.5 മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതാണ്ട് ഒരു രാത്രിയാണ് ഇതിന് പരിപാടിക്ക് നിന്നത്. എന്നാലും ഏകദേശം ഒരു 12 മണിയായി കേട്ടോ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ. എന്നാലും സാരമില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കപ്പയിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആ നീളത്തിലരിഞ്ഞ കപ്പ ആദ്യം തന്നെ ഇട്ടങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം വാരിയിട്ടു നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇളക്കി ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയപ്പോഴത്തേക്കിനും ഞാനതങ്ങോട്ട് കോരിയെടുക്കുവാണ്. അപ്പം നല്ല കറുമുറാന്നിരിക്കുന്ന അടിപൊളി കപ്പ വറുത്താണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ലതാണല്ലോ. വേറെ ഈ ജങ്ക് ഫുഡ്സായിട്ടൊന്നും കൊടുത്തു വിടാതെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാമല്ലോ. അപ്പോൾ ആ പൊരിച്ച കപ്പ വറുത്തയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലൊന്ന് വറുത്തിട്ടാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ അടുത്ത വട്ടത്തിലരിഞ്ഞത് അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതിലും ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലിട്ട് അടച്ച് മാറ്റി വെക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്തു. അപ്പം പുതിയൊരു വീഡിയോ ഇട്ടാണ്. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.